ശ്രീ എ കെ അനുരാജ്, ഇതിപ്പോ എന്താണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നൊരു ആകാംക്ഷ മുറ്റി നിൽക്കുന്ന മിനിറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി 1 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാഭാവികമായും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതും നമ്മളൊക്കെ വിചാരിക്കുന്നതും ഒരു വോട്ടിനിട്ട് ഒരു ഭേദഗതി ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി രാജ്യത്തെ കാണുമ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഒരു അരമണിക്കൂർ മാറി എന്നതിന് അപ്പുറത്ത് 8 മണിക്ക് സാധാരണഗതിയിൽ അദ്ദേഹം ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും രാജ്യത്തെ അപ്പാടെ എടുത്ത് തിരിച്ചു വെക്കുന്നതിന് പോകുന്നതായിരുന്നു. അത്തരത്തിലൊരു വമ്പൻ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വലിയ ഒരു രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അത് ഞാനെങ്ങനെയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അത്രയും ഗൗരവമുള്ളൊരു സാഹചര്യം വരുമ്പോഴാണല്ലോ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അതിപ്പോ ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ഇവിടെ പലർക്കും പരിഹാസമാണ്. പക്ഷേ അതെന്താണെന്നറിയാമോ, അദ്ദേഹം ക്യാബിനറ്റ് മീറ്റിംഗിൽ പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം പ്രതിപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിന് തുടക്കമിടുമോ എന്നുള്ളതാണ് ആകാംക്ഷ. ഈ ക്യാബിനറ്റ് മീറ്റിംഗ് എങ്ങനെയാണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് സ്പെക്കുലേഷൻ അല്ലേ. ക്യാബിനറ്റ് നമ്മൾ എവിടെയായാലും കേന്ദ്രത്തിലാവട്ടെ കേരളത്തിലായാലും ക്യാബിനറ്റ് മീറ്റിംഗ് എന്താണ് മന്ത്രിസഭയിലെ മന്ത്രിമാര് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്ന് പറയാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത്. അത് മനസ്സിലായി അപ്പൊ അതെനിക്ക് മനസ്സിലായി. അത് സ്പെക്കുലേഷൻ ആണ്. അപ്പൊ അതിന് മറുപടി പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് ഈ ചർച്ചകളിൽ എനിക്ക് വ്യക്തമായി. അതായത് പാർലമെന്റിൽ എന്തിനാണ് 850 സീറ്റ് എന്നൊക്കെ ചോദിക്കാം. അതായത് താരതമ്യേന പ്രാദേശിക കക്ഷികൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാത്തത് അവർക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, സംസ്ഥാനങ്ങളിൽ തെക്കും വടക്കും ഒക്കെ നിൽക്കട്ടെ, ഇത്ര തന്നെ എം പിമാരെ നിലനിർത്താൻ എന്താ സംഭവിക്കുക? എത്ര വോട്ടർമാരെയാണ് ഒരു എം പി പ്രതിനിധാനം ചെയ്യുക? അപ്പൊ അത് മാറ്റണ്ടേ? അതാണ് ഇപ്പൊ ഇവിടെ സന്തോഷ് എം പി പറഞ്ഞ കാര്യം അതാണ്. മാറ്റേണ്ടി വരും. അദ്ദേഹം അഡ്വക്കേറ്റ് അഭിലാഷൻ പറഞ്ഞു, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, അത് മാറ്റേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് സീറ്റ് ഉണ്ടാക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ സീറ്റ് പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മൾ അതിൽ കൂടുതൽ കൂടെ സീറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി ചിന്ത വരുന്നുള്ളൂ. ഇനിയിപ്പോ അഥവാ അത്രയും സീറ്റിലേക്ക് എത്തിയില്ല, എം പിമാരായില്ലെങ്കിൽ അത്രയും സീറ്റല്ലേ അവിടെ കുറയാൻ പോകുന്നുള്ളൂ. അതേസമയം സീറ്റ് കുറഞ്ഞാലോ, നമ്മൾ ഇന്നുള്ള സീറ്റ് വെച്ചു അല്ലെങ്കിൽ ഒരു 100 സീറ്റ് കൂട്ടി വെച്ചു, അതിനേക്കാളും എം പിമാർ വന്ന് എന്ത് ചെയ്യും? അപ്പൊ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ കണ്ടു ചെയ്യുന്ന കേരളത്തിലെ വികസന കാഴ്ചപ്പാടുണ്ടല്ലോ, ആ വികസന കാഴ്ചപ്പാട് ദേശീയ തലത്തിൽ കൂടെ അപ്ലൈ ചെയ്യണമെന്നായി പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ഒരു നിഗൂഢ താല്പര്യം നമ്മൾ കാണാനുള്ളത്? ഒരു സർക്കാരാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാർ സംവിധാനം പ്രവർത്തിക്കും, ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ചെയ്യുക. ഈ നമുക്ക് ചരിത്രം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ സാധൂകരിക്കപ്പെടുകയാണ്. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായും അതാ പറഞ്ഞത്, അടുത്തു തന്നെ ഈ കാര്യത്തിലൊരു നിയമനിർമ്മാണത്തിലുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതൊക്കെ ഇന്ന് സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു. അതിലെന്താ ഇപ്പൊ ഒരു രഹസ്യ സ്വഭാവം അജണ്ടയ്ക്കുള്ളത്? അത് ഏത് സർക്കാരായാലും ചെയ്യേണ്ടി വരും. അതാണ് എനിക്ക് നേരത്തെ അഡ്വക്കേറ്റ് അഭിലാഷൻ പറഞ്ഞ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏത് സർക്കാരായാലും ചെയ്യേണ്ടി വരും. നരേന്ദ്രമോദി സർക്കാർ ചെയ്യുമ്പോൾ എന്ത് അപകടമാണോ എന്ന് ആലോചിക്കാം. നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. നമ്മളിന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്ന ചിന്തിക്കുന്നത് എന്തിനാ? നിങ്ങൾ ചിന്തിച്ചോളൂ, എനിക്ക് എന്തായാലും അത് പറ്റില്ല. എനിക്ക് നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അപ്പൊ പാർലമെന്റ് കാര്യത്തിലായതും അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ BJP എം പിമാരൊക്കെ എന്താണ് സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീ പീഡനാണെന്നൊക്കെ പറഞ്ഞു. കേരളത്തിലൊന്നും ഇതൊന്നും ഇല്ലേ? ഐസ്ക്രീം പാർലർ കേസൊക്കെ ഉണ്ടായത് എവിടെയാ? അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് നമ്മളിൽ കൊണ്ടുവന്നാൽ അത് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോ അത് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ നിൽക്കുന്ന വിഷയം ഈ വിഷയമാണല്ലോ. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചർച്ചയിൽ ആരോ ചൂണ്ടിക്കാണിച്ചെന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഇപ്പം പ്രിയങ്ക ഗാന്ധി ലോക്സഭ പറഞ്ഞല്ലോ, അമിത്ഷായോട് പറഞ്ഞല്ലോ, രാഷ്ട്രീയ കൗടില്യാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത്തരം രാഷ്ട്രീയ തന്ത്രമൊക്കെ അതിനകത്തുണ്ടാവും. തെരഞ്ഞെടുപ്പ് സാഹചര്യം സ്വാധീനിച്ചിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആർക്കാ രാഷ്ട്രീയം ഇല്ലാത്ത? ഇതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയം ഇല്ലാതെ ജനനന്മ മാത്രം വെച്ചിട്ടാണോ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എന്റെ എഫക്ട് എന്താണ്? വനിതാ സംവരണ ബില്ല് നടപ്പായില്ല എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ അത് ഡീലിമിറ്റേഷൻ വേണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടോ? ഇല്ല. പക്ഷെ ഇത് രണ്ടും ചേർക്കരുതെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് രണ്ടും ചേർക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നിയമനിർമ്മാണം എന്നതാണല്ലോ നമ്മുടെ ഒരു അടിസ്ഥാന തത്വം, അല്ലെങ്കിൽ ധാർമ്മികത എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അല്ല, അത് ആ ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുണ്ട്. അത് രാഹുൽ ഗാന്ധിക്കും ഉണ്ട്, നരേന്ദ്രമോദിക്ക് മാത്രമല്ല. രാഹുൽ ഗാന്ധിക്ക് പച്ചയായിട്ട് രാഷ്ട്രീയം പറയാം, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയം എവിടെയെങ്കിലും വേദി കെട്ടി പറയുന്നത് പോലെ അല്ലല്ലോ നിയമനിർമ്മാണം രാഷ്ട്രീയത്തിന് വേണ്ടി നടപ്പിലാക്കുന്നത്. അങ്ങ് പറഞ്ഞു അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കില്ല. ആർക്കാണ് രാഷ്ട്രീയം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നിയമം നിർമ്മിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി ആകുമ്പോഴാണ് പ്രശ്നം. അല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ പാർലമെന്റിൽ ഇന്നലെ നടന്ന മുഴുവൻ ചർച്ച നമ്മളാരും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പാർലമെന്റിൽ സ്വാഭാവികമായിട്ടും ഈ നിയമവശം ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനെക്കാട്ടിലും നമുക്ക് പുറത്ത് വന്ന് കണ്ടത് എന്താണ്? നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെ കണ്ടത് രാഷ്ട്രീയമാണ്. അപ്പൊ ഒരു ഭാഗത്ത് എൻ ഡി എയുടെ രാഷ്ട്രീയം പറയുന്നു, മറുഭാഗത്ത്
ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നു. അതിനകത്ത് തെറ്റൊന്നുമില്ല, അത് പാർലമെന്ററി സംവിധാനത്തിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് എൻഡ് റിസൾട്ട് ഇതാണ്. ആ എൻഡ് റിസൾട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ BJP സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ശക്തമായിട്ട് സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് BJPയുടെ സ്വാതന്ത്ര്യമാണ്, അത് BJP ചെയ്യുന്നു, ജനങ്ങളിലേക്ക് അത് ആ കാര്യം എത്തിക്കുന്നു. മറുവശം എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം UPF ഉണ്ടല്ലോ. അപ്പൊ അതിൽ ആര് വിജയിക്കുന്നു, ആർക്കത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യം. അതിനകത്ത് ഇങ്ങനെ വല്ലാതെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവസരം കിട്ടും. ഞാൻ പറയാം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ അവസരമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പാർലമെന്റിൽ ചർച്ച നടന്നല്ലോ, രാഹുൽ ഗാന്ധി സംസാരിച്ചല്ലോ, മറ്റു പലരും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചല്ലോ, മറ്റു പലരും സംസാരിച്ചല്ലോ. പുറത്ത് സംസാരിക്കാൻ മാധ്യമങ്ങളെ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പം ഇന്ന് പ്രധാനമന്ത്രി കാണുന്നു, രാജ്യത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നു. തീർച്ചയായും അല്ല, അത്തരം അവസരങ്ങളുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കപ്പെടുമ്പോഴും പാർലമെന്റിൽ ഇത് കൊണ്ടുവരുമ്പോഴും അത് പാർലമെന്റിന്റെ പടി കടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. ആ വിഷയം മറ്റൊരു തരത്തിൽ ഉപയോഗിക്കപ്പെടാനുള്ളതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിന് സാധുത നൽകുന്നതായിരുന്നു സമാന്തരമായ വിജ്ഞാപനം എന്നടക്കമുള്ള കാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം ചർച്ച ചെയ്യാൻ ഒരു വിഷയം അതിന്റെ സാധുതയോടുകൂടി അവതരിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആരെങ്കിലും ഈ രാജ്യത്ത് അവശേഷിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങ് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ അങ്ങനെ നിർബന്ധിക്കുന്നില്ല. എനിക്ക് മാധുവിന്റെ ആശങ്കകളോ അല്ലെങ്കിൽ മാധുവിന്റെ ചിന്തയോ ഞാൻ പങ്കുവെക്കുന്നില്ല. ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് പ്രതിപക്ഷം ഇതിനെ എതിർത്തു, ബില്ല് പാസ്സായിട്ടില്ല. അതേസമയം ഇതിന്റെ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല, അത് വേണ്ടി വരും, അത് ആവശ്യമായി വരും. അതോടൊപ്പം തന്നെ രാജ്യത്ത് 33% സംവരണം, സ്ത്രീ സംവരണം ജനപ്രാതിനിധ്യത്തിൽ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ ഈ രാഷ്ട്രീയത്തിലും ചർച്ചകളിലും ഒക്കെ അത് പറയുന്നു. ഒരു മിനിറ്റ് അതാണ് പ്രശ്നം. അത് ക്ലബ് ചെയ്യപ്പെടുന്നത് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് അറിയുമ്പോഴാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒന്ന് സ്ത്രീകളെ കവചമാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയമെന്ന് തിരിച്ചറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ സ്ത്രീ വിരുദ്ധ ചാപ്പയൊന്നും വെച്ചു കൊടുക്കല്ലേ. അത് അതാണ്. അല്ല, നിങ്ങൾ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള സാഹചര്യം വരുന്നതിനെ ഞാൻ ബഹുമാനിക്കുന്നില്ല. ശ്രീ AK രാജ, കേട്ടോ, നിങ്ങൾ സർട്ടിഫൈ ചെയ്താലേ ആ പക്ഷം അനുവദിച്ചു കിട്ടുകയുള്ളൂ എന്നതിനെ ഞാൻ ബഹുമാനിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. ഞാൻ ആ പക്ഷം പ്രിന്റ് ചെയ്ത് മേടിക്കാൻ തയ്യാറാകുന്നില്ല. എനിക്ക് ആവശ്യവുമില്ല. വെച്ചുകൊള്ളൂ. നിങ്ങളുടെ ദേശീയ താല്പര്യങ്ങളോട് ഞാൻ പറഞ്ഞത് ദേശീയ താല്പര്യങ്ങളോടൊന്നല്ല, നിങ്ങൾക്ക് ദേശീയ തലത്തിലുള്ള താല്പര്യങ്ങളോട് ക്ലബ് ചെയ്ത് വെക്കാൻ കഴിയുന്നവർക്ക് മാത്രം സ്ത്രീപക്ഷ പട്ടം അനുവദിച്ചു കൊടുക്കുന്ന ആ പ്രസ്ഥാനത്തെ ഞാൻ ബഹുമാനിക്കുന്നില്ല. ക്ഷമിക്കൂ എന്നോട്. എന്റെ താല്പര്യം ഉണ്ടാണെന്നല്ല പറഞ്ഞത്. ഇന്ത്യയിലെ പല അങ്ങ് എത്ര പെട്ടെന്നാണ് ഞാൻ സ്ത്രീപക്ഷത്തല്ല എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അങ്ങ് പ്രതിനിധിക്കുന്ന രാഷ്ട്രീയത്തിനും ഒരാളുടെ പക്ഷം അളക്കാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനുമുള്ള അല്ല എന്ത് അധികാരമാണുള്ളത്? അതിന് നിയമം നിർമ്മിക്കാനുണ്ടെങ്കിൽ അറിയിച്ചേക്കണേ, കേട്ടോ. അങ്ങനെ പറയാനുള്ള നിയമം, ആ സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം, അതിനുവേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ, ഒന്ന് വരവ് വെച്ചേക്കാം. ശരി, ബോധ്യപ്പെട്ടു ശ്രീ AK രാജ. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ പട്ടം ചാർത്തി കൊടുക്കാനുള്ള നിങ്ങളുടെ ആ അധികാരമില്ല, അതിന് ഞാൻ ബഹുമാനിക്കുന്നില്ല, തെല്ലും ബഹുമാനിക്കുന്നില്ല. ക്ഷമിക്കൂ. ഡീലിമിറ്റേഷൻ വേണ്ട ഇവരെന്ന് പറയുന്നില്ല. ഇവർ പക്ഷേ ഡീലിമിറ്റേഷൻ ഇല്ലാതെ നടപ്പാക്കണം എന്ന് പറയുന്നത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞു. എന്താണ് ഉദ്ദേശം എന്നുള്ളത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞു. ശ്രീ AK വർദ്ധിപ്പിച്ചിട്ട് പുരുഷന്മാരുടെ സീറ്റുകൾ നിലനിർത്തിയിട്ട് എക്സ്ട്രാ വരുന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ള തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. അല്ലാതെ ഈ രീതിയിൽ നടപ്പാക്കണമെന്നുള്ള സതുദ്ദേശപരമായിട്ടൊന്നല്ല പ്രതിപക്ഷ പാർട്ടികൾ നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ 2023 മുതൽ ഇങ്ങോട്ട് ഭരണത്ത് വെച്ചിരുന്നതും ഇനി അധിക സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ പ്രാതിനിധ്യം നടപ്പിലാവുകയുള്ളൂ എന്ന് സ്വപ്നം കാണുകയും ചെയ്യുന്നത്. അതിനെയും ബഹുമാനിക്കുന്നു. പോരെ, അതിനെയും ബഹുമാനിക്കുന്നു. ശരി. ഇടവേള. Debate with Madhu Saji.